ലാലേട്ടൻ ചോദിക്കും എന്താണ് അതിന്റെ സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. ഇത് കിണ്ടിയാ? ഹിന്ദി ഹിന്ദിയാ വീട്ടിലേക്ക് ഹിന്ദി ഞാനുണ്ടല്ലോ പിന്നെന്തിനാ. രണ്ടാമത്തെ ഓഡിഷനൊക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓ ഇതല്ലല്ലേ പരിപാടി. ഈ കഥയില് പ്രണയം ഇവർക്ക് മാത്രമല്ല ഉള്ളത്. അതെ അതെ, ഞങ്ങള് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് എന്റെ കാര്യം തീർച്ചയായിട്ടും പ്രണയമുണ്ട്, പക്ഷെ വേറെ വസ്തുക്കളോടാ. മനുഷ്യന്മാരുടെ എല്ലാ ഫംഗ്ഷനിൽ പോകും മിക്കവാറും അവരൊരു സമ്മാനമായിട്ട് കിണ്ടിയത്. അതൊരു രസമാണ് അവർക്ക്. അങ്ങനെ കുറെ കിണ്ടി വീട്ടിൽ. രാജേഷ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവന്റെ ധീരൻ, അതാണ് ധീരൻ എന്ന് പറയുന്നത്. ഒരു പോസ്റ്ററിൽ, ഒരു സിനിമയുടെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ നമ്മൾ യൂഷ്വലി ചിലപ്പോൾ അതിലൊരു നായകൻ നായിക എന്നൊക്കെ പറഞ്ഞ ഒരു 4-5 പേരെയാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് കാണുക. പക്ഷെ ഈ സിനിമയുടെ പോസ്റ്ററിൽ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ള ഒരുവിധം എല്ലാ ആക്ടേഴ്സും ഉണ്ടെന്ന് അറിയില്ലേ. അതും ചെറിയ ചെറിയ ആക്ടേഴ്സ് അല്ല, മലയാളത്തിന്റെ ദ വേഴ്സറ്റൈൽ ആക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പിന്റെ സിനിമ, അതാണ് ധീരൻ. അപ്പൊ ധീരന്റെ ഇന്റർവ്യൂവിന്, പ്രൊമോഷണൽ ഇന്റർവ്യൂവിനാണ് നമ്മൾ ഇരിക്കുന്നത്. അത്രയും ആൾക്കാരെ ഇരുത്താനുള്ള സ്പേസ് ഒന്നും നമുക്ക് ഒരു രീതിക്കും കിട്ടൂല. അപ്പൊ 3 പേരെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അത്രയും പേർക്ക് പറയാനുള്ളതും ഈ 3 പേര് പറയും. ഇല്ലേ, പറയൂലേ? ഉറപ്പായിട്ടും. അപ്പൊ അശ്വതി, അഭിറാം ആൻഡ് സതീഷേട്ടാ, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു. ഓക്കെ, സിനിമയുടെ അതായത് കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഇറങ്ങിയല്ലോ. ഈ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു വൈബ് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളോട് ദേവദത്തിന്റെ ഇന്റർവ്യൂസിലൊക്കെ ദേവദത്ത് പറഞ്ഞത് ഒരു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ പോലെ, ഇൻ ഹരിഹർ നഗർ പോലത്തെ ഒരു ഭയങ്കര വൈബുള്ള പടമാണ് എന്നാണ്. നമുക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോ തോന്നിയത് വെച്ചാൽ നമ്മള് വെട്ടത്തിലൊക്കെ കാണുന്ന പോലെ ഇതിലിപ്പോ ആരെ നോക്കുന്നൊരു ഫീൽ വരില്ലേ, അത്രയും ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത സിനിമ കണ്ടു കഴിഞ്ഞു, സിനിമ ചെയ്ത് കഴിഞ്ഞു, ഇപ്പൊ അത് റിലീസ് ആവാൻ വെയിറ്റ് ചെയ്യാണല്ലോ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത ഏത് സിനിമയായിട്ടാ? ഒരു സിനിമയില്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. മറ്റുള്ള സിനിമകളെ പോലെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ മറ്റുള്ള സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇത് വേറെ തന്നെ സിനിമയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ജഗദീഷ് ചേട്ടൻ, അശോക് ചേട്ടൻ ഓടുന്ന ട്രെയിലർ കണ്ടിരുന്നോ? അതിൽ ഓടുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇനി ഹരിഹർ നഗർ ഉറപ്പായിട്ടും വരും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരാം മൊത്തത്തിൽ കാണുമ്പോൾ. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, ഇൻ ഹരിഹർ നഗറിൽ അവർ 4 പേരും തിക്ക് ഫ്രണ്ട്സ് ആണല്ലോ. തിക്ക് ഫ്രണ്ട്സ് ആണ്. അവർ തമ്മിൽ പാരകളും മറ്റും. ഇത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആണ്. ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സ് ആണ്, കാരണം നാട്ടിലുള്ള നാട്ടിൻപുറത്തുകാരാണ്. പക്ഷെ അതിന് മാത്രം ബന്ധങ്ങളില്ല. ഇവര് ഓരോരുത്തർക്ക് ഓരോ ലക്ഷ്യത്തോട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമയിൽ. വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ്. പക്ഷെ അതെങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ധീരത. ഈ സിനിമയുടെ ജോണറാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് എന്റെ അണ്ടർസ്റ്റാൻഡിങ് പറയാം. ജോണറുകൾ ഡിഫൈൻ ചെയ്യാൻ വളരെ വീക്കാണ് ഞാൻ. എന്നാലും ഞാൻ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് കോമഡിയാണ്. ഇത് കോമഡി എന്ന് പറയുന്ന ജോണറിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശുഭപര്യവസായി ആണല്ലോ കോമഡി. തമാശയല്ലല്ലോ കോമഡിന്റെ യഥാർത്ഥ അർത്ഥം. ശുഭപര്യവസായിയാണ് ഈ കഥ. പക്ഷെ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ഈ ഹ്യൂമറുകളെല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഡാർക്ക് ഹ്യൂമർ ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് എന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബാക്കി ജനങ്ങൾ സിനിമ കണ്ടിട്ട് അവർ വിലയിരുത്തുന്നുണ്ട് ജോണർ ഏതാണ്. പക്ഷെ ഒരുപാട് ഹ്യൂമറിന്റെ ലെയർ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ദുഃഖകരമായ കഥയും അതിനകത്തുണ്ട് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ ഒരു മിസ്റ്ററി ഉണ്ട് അതിനകത്ത് ആ സിനിമയ്ക്ക്. അത് എന്ത് ആ സിനിമയെ കുറിച്ച് പറഞ്ഞാലും ചിലപ്പോൾ സ്പോയിലറായി പോകുന്നതുകൊണ്ട് അത് പറയുന്നില്ല. പറഞ്ഞു വന്നപ്പോ ഇതെല്ലാ ജോണറും ഉണ്ട്. മിസ്റ്ററി ഉണ്ട്, കോമഡി ഉണ്ട്, ഡാർക്ക് ഹ്യൂമർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം മൊത്തത്തിലൊരു കെയോസ് ആണ് അല്ലേ? കംപ്ലീറ്റ്ലി. പറ അശ്വതി, എങ്ങനെയുണ്ടായിരുന്നു ധീരന്റെ നായികയായിട്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഓഡിഷൻ ത്രൂ ആണ് ഞാൻ ഇതിലേക്ക് കയറുന്നത്. 2 ലെവൽ ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ പണ്ട് തൊട്ടേ രാജേഷ് ചേട്ടന്റെ ഒരു ഫാനാണ്. അപ്പൊ രാജേഷ് ചേട്ടന്റെ ഏത് പടം ഇറങ്ങിയാലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുമായിരുന്നു. ഇങ്ങനെ എനിക്ക് കാരിക്കേച്ചറിഷ് ആയിട്ടുള്ള പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ആക്ച്വലി ഒരു മണ്ടത്തരം പറ്റിയായിരുന്നു. അപ്പൊ ഞാൻ ഓഡിഷന് രാജേഷ് ചേട്ടനാണ് നായകൻ, അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം ആയിരിക്കും എന്ന് ഓർത്ത് ഞാൻ ഭയങ്കര ഓവറായിട്ട് അഭിനയിച്ചു. അപ്പൊ കുറച്ച് കുറക്കി എന്ന് പറഞ്ഞാണ് ഓഡിഷനൊക്കെ കഴിഞ്ഞ് ഓഡിഷന് രണ്ടാമത്തെ ഓഡിഷനൊക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓ ഇതല്ലല്ലേ പരിപാടി. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് രാജേഷ് ചേട്ടന്റെ ക്യാരക്ടർ ഭയങ്കര നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്, റിയലിസ്റ്റിക് ഇതിലാണ്. എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര രസമായിരുന്നു. ദേവന് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്, എന്താണ് ദേവൻ, ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടറാ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരവുണ്ട് തിരിച്ച്. അപ്പൊ നമുക്കും ആ ഒരു ക്ലാരിറ്റി കിട്ടും അഭിനയിക്കുമ്പോ. പിന്നെ രാജേഷ് ചേട്ടനായിട്ടായിരുന്നു എന്റെ കൂടുതലും സീക്വൻസുകളൊക്കെ. അത് നല്ല രസമായിരുന്നു. ഇപ്പൊ രാജേഷ് ചേട്ടനാണെങ്കിലും നമ്മള് അങ്ങോട്ടൊരു സാധനം ചെയ്താൽ ഇങ്ങോട്ടൊരു സാധനം കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ പ്ലേ ചെയ്യാൻ ഒത്തിരി പറ്റി. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ചെറുപ്പം തൊട്ടേ കണ്ടുവന്ന ഇത്രയും സീനിയർ ആക്ടേഴ്സിനെ
അവരുടെ കൂടെ എനിക്ക് ഒത്തിരി സീൻസ് ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവർ പെർഫോം ചെയ്യുമ്പോൾ കണ്ടു നിൽക്കാനൊക്കെ. പിന്നെ സുധീഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അതിലെ ഓരോ ക്യാരക്ടേഴ്സും നമ്മളിപ്പം ജീവിതത്തിൽ കാണുമല്ലോ, ചില ആൾക്കാർക്ക് ഇങ്ങനെ പെക്യൂലിയർ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സ്വഭാവമൊക്കെ കാണും. അതുപോലെ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരെല്ലാം അങ്ങനെ ഒരു ഭയങ്കര peculiarity ക്യാരക്ടർ ആയിരിക്കും. നമ്മൾ ചില ആൾക്കാരെ ജീവിതത്തിൽ കാണുമ്പോൾ മറക്കത്തില്ലല്ലോ, എന്തെങ്കിലും വിയേർഡ് സാധനങ്ങൾ. സാധനങ്ങളുണ്ട്. ഇതിനകത്ത് എല്ലാവർക്കും അങ്ങനെ ഓരോ വിയേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ആരെ നോക്കണം എന്നറിയാൻ മേലാത്ത ഒരു അതിപ്പോ ഈ അവസ്ഥയാണ്. സീനിയേഴ്സിന്റെ ക്യാരക്ടേഴ്സിനാണോ അതോ എല്ലാ എല്ലാവരും ക്യാരക്ടേഴ്സും? അഭിരാമിന്റെ ആണെങ്കിലും ശബരീഷിന്റെ എല്ലാവർക്കും അങ്ങനെ ഒരു പെക്യൂലിയാരിറ്റി ഉള്ള ക്യാരക്ടേഴ്സാണ്. അത് ശരിക്കും ദേവന് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കണം. അത്രയും ക്യാരക്ടേഴ്സിനെ അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് എഴുതിക്കൊണ്ട് ഉണ്ടാക്കി. അത് ഈ കഥയില് പ്രണയം ഇവർക്ക് മാത്രമല്ല ട്ടോ ഉള്ളത്. അതെ അതെ ഞങ്ങള് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് എന്റെ കാര്യം വിട്. അശോകേട്ടനാണോ? അശോകേട്ടനാണോ ഉദ്ദേശിച്ചത്? അശോകേട്ടൻ ഒരു എന്താ പറയാ ഒരു പ്രണയം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. കാസിനോവയാണ്. പൂക്കി ഓക്കെ, കറക്റ്റ്, ഇപ്പൊ മനസ്സിലായി. പിന്നെ മനോജ് ചേട്ടന് വലിയ അതെ മോശക്കാരല്ല. അതെ. അയ്യോ, അതുകൊണ്ടാണോ മനോജേട്ടൻ ഡിപ്രഷനിൽ ഇരിക്കുന്നത്? അതിന്റെ ചെറിയ റീസൺ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അത് രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഞാൻ പറയാം പ്രണയം എന്താ പറയാ നായകനും നായികയ്ക്കും മാത്രമല്ല എന്ന് പറയാം. ബാക്കിയുള്ള 80s-ലുള്ള മുഖത്തുള്ള ബ്ലഷിങ്ങിൽ ഞാൻ എവിടെയോ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ. 80s-ലുള്ള നായകന്മാർക്കും പ്രണയം ഈ പടത്തിലുണ്ട്. ഉണ്ട്. സുധീഷേട്ടനെ പ്രണയിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അതെ അതെ. എന്റെ ലക്ഷ്യം വേറെ ഈ സിനിമയിൽ. ഞാൻ ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നു. സുധീഷായിട്ട് പ്രണയമുണ്ട്, പക്ഷെ വേറെ വസ്തുക്കളോടാ, മനുഷ്യന്മാരോടല്ല. മനുഷ്യന്മാരോടല്ല. ഈ രാജേഷേട്ടൻ ശരിക്കും ബസ് ഓടിക്കുന്നുണ്ടോ? ഉണ്ട് ഓടിച്ചോ? ഞങ്ങക്ക് നല്ല പേടിയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, അവന് ഡ്രൈവിംഗ് അറിയാത്തവനാ. അറിഞ്ഞൂടാ. അതാ ഞാൻ ചോദിച്ചു, ബസ് ഓടിക്കാന്നൊക്കെ പറഞ്ഞ വേറെ സീനാണല്ലോ. അതെ അതെ. ഗിയർ ഇങ്ങനെ ആക്കുക, ബസ് പോയിക്കോളും. ഇത് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയാൽ മതി. അത് അവൻ കറക്റ്റായിട്ട് നിർത്തിയതോ. ഉള്ളി ബസ് ഓടിക്കുന്നതും ബസ് പോയിക്കോളൊന്നും കുഴപ്പമില്ല, പക്ഷെ ഉള്ളിലെ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് അവരെ സമ്മതിക്കണം. വേറൊരു ആക്ടർ ആണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും വേറെ ഡിവൈസിലൂടെ ചെയ്യാൻ പറഞ്ഞാനെ. ഒരു കാറ് പോലും ഓടിക്കാത്ത ഒരാള് ബസ് ഓടിക്കാന്ന് പറഞ്ഞാൽ കയ്യും കാലും പറിച്ചിട്ട് പാടുന്നു. അതെ അതെ. പക്ഷെ രാജേഷ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവന്റെ ധീരൻ, അതാണ് ധീരൻ എന്ന് പറയുന്നത്. ഞങ്ങളെ ധൈര്യവും സമ്മതിക്കണം. ഇവള് കുറച്ചു നേരം ബസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് കുറെ ദിവസങ്ങളോളം ആംബുലൻസിലായിരുന്നു. അല്ല, അശ്വർ ഡ്രൈവിംഗ് അതിന്റെ ഡ്രൈവർ ശബരീഷ്. ഡ്രൈവിംഗ് അറിയാൻ പറയാം. ഇത് പറയുന്നത് വെച്ചാൽ വണ്ടി കാറ് പോലും ഓടിക്കാത്ത ആളാണ് ബസ് ഓടിച്ചത്. അത് കറക്റ്റാണ്. പക്ഷെ അധികം ഷോർട്സ് ഉണ്ടോ ബസ്? ഇല്ല, ഇടയ്ക്ക് ചില സ്ഥലത്തൊക്കെ രാജേട്ടന്റെ ഫേസ് കാണുന്നത് രാജേട്ടൻ തന്നെ ഓടിക്കണായിരുന്നു. ബസ് സ്റ്റേഷനിൽ ഇത് സ്റ്റാൻഡിലേക്ക് കയറ്റുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്തപ്പോ എല്ലാരും പ്രാർത്ഥിച്ചെങ്കിൽ ബസ്സിൽ കുറെ പേരുണ്ടായിരുന്നു അല്ലേ? ഫുൾ ആൾക്കാരായിരുന്നു, നിറയെ ആൾക്കാരായിരുന്നു. പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു തോന്നുന്നു രാജേട്ടന് വണ്ടി ഓടിക്കാൻ. അത് കൂടെ പറഞ്ഞ ആൾക്കാർ ആരും കയറില്ലല്ലോ, നിങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ മതി. അത് തന്നെ എങ്ങനെ ഇരുന്ന് അതിനുള്ളിൽ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയാത്ത സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ കാർ ഓടിക്കണേ. അതായത് പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതന്റെ ഡ്രൈവറാണ് പീറ്റർ. അപ്പൊ അത് ബെൻസോ BM അങ്ങനത്തെ എന്തോ വലിയ വണ്ടിയാ. ഞാൻ അന്നേ വരെ ഒരു കാർ ഓടിച്ചിട്ടില്ല. പക്ഷെ ഈ ക്യാരക്ടർ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് അറിയില്ല എന്നും പറഞ്ഞില്ല. ഞാൻ കയറിയിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക് അല്ലേ, അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായി. എന്നാലും പറകിലായിരിക്കുന്നേ വിനീതേട്ടൻ അവർക്ക് അറിയോ ഡ്രൈവിംഗ് അറിയില്ല? ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ബോംബെ പോലീസിന് പോലും അറിയില്ല. ബോംബെയിലെ ഓടിച്ച. അല്ലേ ഇപ്പൊ വിനീതേട്ടനെ കണ്ടില്ലേ? ഇപ്പോഴെങ്കിലും വിനീതേട്ടൻ അറിയോ? അന്ന് ഡ്രൈവിംഗ് അറിയില്ല. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. അങ്ങനെ ഞാൻ കാർ ഓടിക്കാൻ പഠിക്കാനുള്ള ധൈര്യം തന്നെ എനിക്ക് ഉണ്ടായത് സിനിമയിലൂടെയാണ്. അതിനുശേഷം ഞാൻ പത്രോസിന്റെ പടപ്പുകൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അതിനകത്ത് കാർ ഓടിച്ച്. പിന്നെ ഒരുപാട് സിനിമകൾ പിന്നെ കാറും ജീപ്പും ഒക്കെ ആയിട്ട്. പിന്നെ വേറൊരു സാധനം, ഈ സിനിമയിൽ ഒരു വാഹനം ഓടിച്ചു. അത് സർപ്രൈസ് ആയതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. അത് പറയണില്ല. നമ്മുടെ പടത്തില ഞാൻ അറിയില്ല അല്ലേ, നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. ജാനിമനിലും മറ്റേ ഒരു ജാനമൻ പിന്നെ അതൊരു സഞ്ചരിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് ഓഫീസാണല്ലോ. പണ്ട് ഒരു കഥ ഉണ്ട്, NF വർഗീസ് സാറല്ലേ. NF വർഗീസ് സാറിന് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടമല്ല, അദ്ദേഹത്തിന് ഒരു മേജർ ബ്രേക്ക് ത്രൂ കിട്ടിയ ആകാശദൂത് എന്ന സിനിമയിൽ ഒരു ലോറിയാണ്. അപ്പൊ ഒരാഴ്ച കൊണ്ട് അദ്ദേഹം ഡ്രൈവിംഗ് പഠിച്ചിട്ടാണ് ആ കേശവൻ, പാൽക്കാരൻ കേശവനായിട്ട് അദ്ദേഹം വന്നത്. അപ്പൊ ആ കഥ എന്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്കതൊരു പറ്റായികയൊന്നുമില്ലല്ലോ. എല്ലാരും ഓടിക്കുന്നതല്ലേ, എല്ലാവരും അപ്പന്മാരും അമ്മമാരും വരെ കാർ ഓടിക്കുന്നു. പിന്നെന്താ നമുക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഓടിച്ചു. പക്ഷെ എന്നാലും രാജേഷിന്റെ ധൈര്യത്തിനെ കുറിച്ച് കാണുന്നില്ല. രാജേഷിന്റെ ധൈര്യമാണ് ഇവിടെ ചർച്ച. ഈ വണ്ടി ഓടിക്കുമ്പോഴേ നമ്മൾ ഓടിക്കാൻ അറിയാത്ത ഒരാൾ ഓടിക്കുമ്പോ അത് എന്തായാലും എവിഡന്റ് ആവുമല്ലോ, അത് തോന്നി മനസ്സിലായി. പിന്നെ ഈ സിനിമയിൽ കൂടുതൽ പോയാലും സെക്കൻഡ് ഗിയറിന് തേർഡ് ഗിയറിന് ഒന്നും മേളിൽ പോകില്ല സിനിമയിൽ. അതിന് മുന്നേ കട്ട് പറയും. അപ്പോ ആ ഒരു ധൈര്യം പിന്നെ അത് മാനേജ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ. ചെയ്യാതിരിക്കാം, ചിലപ്പോൾ കുളമാവാം, പോയി ഇടിക്കാം, പലതും സംഭവിക്കാം.
പക്ഷേ രാജേഷിനെ സംബന്ധിച്ചാണെങ്കിൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ അത് സംഭവിച്ചില്ല. നമുക്ക് എന്തോ ഭാഗ്യമുണ്ട്. ധീരനില് യു ആർ ആക്ച്വലി എ സിംഗർ. ആക്ച്വലി ഐ യു എ സിംഗർ? ആക്ച്വലി ഐ എം നോട്ട് എ സിംഗർ. ഇതില് പാടിയിട്ടുണ്ട്, തമാശയിൽ പാടിയിട്ടില്ലേ കുറച്ചാണെങ്കിലും? 4 വരി. സിംഗർ എന്ന് പറഞ്ഞാൽ അതൊരു ഇതാണല്ലോ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ. ഞാൻ അങ്ങനെ സിംഗറിനാവാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലല്ലോ. ഒരാൾ പാടുമ്പോൾ എനിക്ക് സഹിക്കില്ല, അപ്പൊ ഞാൻ കയറി പാടും, അത്ര അറിയുന്നില്ല. പിന്നെ കൂടെ പാടുന്ന ആൾക്കാർക്ക് സുധീഷ് ചേട്ടൻ നമ്മളൊക്കെ ആയിട്ട് ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ ജഗദീഷ് ചേട്ടൻ പാട്ടുകാരുടെ ബഹളാണ് അല്ലേ? ബഹളമാണ്. അപ്പൊ ആ സമയത്ത് പാടും. ഇങ്ങനെ തമാശയിൽ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ അവര് ട്രാക്കായിട്ട് റെക്കോർഡ് ചെയ്തതാ എന്റെ സാധനം, വേറൊരാളെ കൊണ്ട് പാടിപ്പിക്കാൻ. സുധീഷേട്ടാ, എന്റെ അച്ഛൻ മരിക്കുമ്പോ എന്നോട് ഏറ്റവും കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഇളയപ്പന്മാരെ സൂക്ഷിക്കണം എന്നാണ്. എന്താണ് രാജേഷ് ചേട്ടൻ എൽദോസ് ഇതിൽ പറയണേ? എല്ലാം ഒരേ ഇളയപ്പൻ താങ്കളല്ലേ? ആകെ ഒരു ഇളയപ്പനെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അശോകേട്ടനോ? അശോകേട്ടൻ ഇളയപ്പനാണല്ലോ അല്ലേ? നിങ്ങൾ ചേട്ടനനിയന്മാരല്ലേ? അതെ അതെ അതെ. നിങ്ങൾ തമ്മിൽ ഇതൊരു ധാരണയിലെത്തിയില്ലേ? അല്ല, ഞങ്ങള് ചേട്ടാനിയ അങ്ങനെ വിളിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. ഒരു ഫ്രണ്ട്സ് പോലെയോ അല്ലെങ്കിൽ ശത്രുക്കളെ പോലെയൊക്കെയാണ് കഥകൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബന്ധങ്ങളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര തിക് ഫ്രണ്ട്സിന്റെ പരിപാടിയില്ല. ഈ കണക്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ നാട്ടുപുറത്തായതുകൊണ്ട് പല അടുത്തടുത്ത് വീടുകളാണല്ലോ, റിലേറ്റീവ്സ് ആയിരിക്കും പല ആളുകളും. അപ്പോ അങ്ങനെ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അതാണ് സംഭവം. അപ്പോ അതിൽ ട്രെയിലറിൽ കണ്ടത് ഇളയപ്പനെ സൂക്ഷിക്കണം, ഇളയപ്പന്മാരെ സൂക്ഷിക്കണം, ഇളയപ്പന്മാരെ സൂക്ഷിക്കണം. എന്നിട്ട് അത് പറഞ്ഞിട്ട് ആദ്യം കാണിക്കുന്ന സുധീഷന്റെ ക്യാരക്ടറിനാണ്. അല്ല, എന്നെ മൊത്തത്തില് നാട്ടുകാർ മൊത്തം സൂക്ഷിക്കുന്നത് നല്ലതാ ആണല്ലേ? സിനിമ കാണുമ്പോൾ മനസ്സിലാവും സൂക്ഷിച്ചില്ലെങ്കിൽ എന്നാ സംഭവിക്കാന്ന്. നിങ്ങളാണ് ഇതിന്റെ അകത്ത് വില്ലൻ. അത് പറയില്ല, സസ്പെൻസ്. മെയിൻ വില്ലൻ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെലക്ട് ചെയ്യണം നമ്മള്. അതെ അതെ അതെ. ഓക്കെ, അവസാനം മനസ്സിലാവും ആരാണ് മെയിൻ വില്ലൻ എന്നുള്ള കാര്യം. പക്ഷെ അങ്ങനത്തെ സിനിമയൊന്നും അല്ല കേട്ടോ. അത് എന്താ പറയാ, ത്രില്ലർ പരിപാടി അങ്ങനത്തെ രീതിയിലുള്ള സംഭവം ഒന്നുമല്ല. അതൊക്കെ അറിയാം കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ അശോകേട്ടന്റെ അടുത്തും തുടങ്ങിയത് അശോകേട്ടന്റെ ചെറുപ്പകാലത്തിൽ നിന്ന്, അനന്തരത്തിൽ നിന്ന് ഇപ്പോ അദ്ദേഹത്തിന്റെ അനിയനായിട്ട് അഭിനയിക്കുന്നു. ഇപ്പൊ ഇത്രയും കാലം കഴിഞ്ഞിട്ടേ ഈ സിനിമയ്ക്ക് നിങ്ങൾ ഫസ്റ്റ് ധീരന് വേണ്ടി മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ എന്തായിരുന്നു? ധീരന് വേണ്ടി ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് റീഡിംഗ് ആണ്. ആ സമയത്താണ് ദേവദത്തിന്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും സ്ക്രിപ്റ്റ് വായിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ ഈ ടീം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുമിച്ച് കാണാൻ പറ്റുക, ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ. കാരണം അശോകേട്ടും ജഗദീഷ് ചേട്ടനൊക്കെ പണ്ട് മുതലേ അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഉപദേശങ്ങളും തമാശകളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവരോടൊപ്പം ഒരുപാട് ദിവസങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അഭിരാമിന്റെ കൂടെ അതിന് മുമ്പ് ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. നമ്മൾ 5-ാം പാതിര എന്നുള്ള സിനിമയിലുണ്ട്, പരിചയപ്പെട്ടു. പക്ഷെ ഭയങ്കര രസമായിരുന്നു ഞങ്ങളുടേതും. അതുപോലെ ശബരീഷിനും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേ ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലാണ് ത്രൂ ഔട്ട് ഇങ്ങനെ വരുന്നത്. അല്ല, ഇപ്പൊ ഇവരെ കാണുന്ന പറയുന്നത് എന്താ പറയാ, ഈ നമ്മുടെ ഒരു പഴയ തറവാട്ടിലേക്ക്, പഴയ വീട്ടിലേക്ക് കയറി പോയ ഒരവസ്ഥയും ഭയങ്കര രസമായിരുന്നു. അപ്പോ ഞാനൊക്കെ അശോകേട്ടനെ പണ്ട് കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ചു നിന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. അനന്തരത്തിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത്. കാരണം അതിലെ സ്റ്റാറുകൾ അശോകേട്ടനും മമ്മൂക്കയും ശോഭന വരുന്നല്ലോ. അപ്പൊ ഇവരെ 3 പേരെയും കാണാന്നുള്ളൊരു ത്രിൽ അടിച്ചെടുക്കുന്ന സമയങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അശോകേട്ടന്റെ കൂടെ എന്താ പറയാ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞത് വലിയ സന്തോഷമുള്ള കാര്യം. ഇപ്പൊ നമ്മളെല്ലാവരും സുധീഷേട്ടനെ കാണുമ്പോൾ നമ്മള് കിണ്ടി 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 എന്നാണ് പറയുന്നെങ്കിലും എനിക്ക് സുധീഷേട്ടനെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ചിന്താവിഷ്ടയ ശ്യാമളയിലെ സീൻ ഉണ്ടല്ലോ, നായിക ചാടുമ്പോ കൂടെ ക്യാമറയും കൂടെ ചാടിക്കോട്ടെ എന്നൊക്കെ പറയുന്ന ആ സീൻ ഉണ്ടല്ലോ. കറക്റ്റ് ഏതാണ്ട് അതുപോലെയാണ് സിനിമയിലേക്ക് വരുന്നത്. വെള്ളത്തിലേക്ക് ചാടിയാണ് സിനിമയിൽ തുടക്കം. അതെ അതെ അതെ, കറക്റ്റ് ആണ് അല്ലേ? അതിൽ അടൂർ സാറിനെ പോലെ ഒരാളെ അത്ര നേരമൊക്കെ പോസ്റ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്ന് കിട്ടി കുട്ടി ഇതിനൊക്കെ ധൈര്യം? അങ്ങനെ ചോദിക്കേണ്ടിയിരിക്കുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിന്നിട്ട് 3 മണിക്ക് ശേഷമാണ് ഞാൻ എടുത്ത് ചാടിയത്. പുഴയിലേക്കാ ചാടുന്നത്, ഒഴുക്കുള്ള പുഴയിലേക്കാ ചാടേണ്ടത്. ഭയങ്കര റിസ്ക് ആണ് സംഭവം. മാത്രമല്ല അതിന് മുമ്പ് ഒരു ഷോട്ട് അവർ എടുത്തത് വെച്ചാൽ അത് കണ്ടാൽ പേടിയാവും. അതായത് ഒരു ഡെഡ് ബോഡി ഇങ്ങനെ ഒലിച്ച് വരുന്ന ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട്, ആ ഡെഡ് ബോഡി ഒറിജിനൽ അല്ല, നമ്മൾ കാണുമ്പോ ഫീൽ ചെയ്യില്ലേ? അതിങ്ങനെ ആ ഷോട്ട് വെറുതെ എടുത്തവരതിന് മുമ്പ് അതും കൂടെ കണ്ടതോടുകൂടി. എന്നാ നീന്തലൊക്കെ പഠിച്ചിട്ടോ? നീന്തൽ പഠിച്ചു, പക്ഷെ എടുത്ത് ചാടാൻ മാത്രം പഠിച്ചില്ല. എവിടെന്ന് കിട്ടി കുട്ടി ഈ ധൈര്യം? കുട്ടിയായോണ്ട് മാത്രമായിരിക്കും. അല്ല, വേറെ കാര്യം, ധൈര്യം വേറെ. അടൂർ സാറിന്റെ ഒരു ക്ഷമ ഞാൻ അറിഞ്ഞിരുന്നു. അതായത് വേറൊരു ഷോട്ടിൽ ഞാനും വേറൊരു ആർട്ടിസ്റ്റ്, ഫേമസ് ആർട്ടിസ്റ്റ് അല്ല, ഇങ്ങനെ നടന്നു വരുന്ന ഒരു ഡയലോഗ് പോർഷൻ, അല്ലാണ്ട് വെള്ളത്തിലേക്ക് ചാടുക അങ്ങനത്തെ സംഭവങ്ങളും റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും അല്ല. ഡയലോഗ് വലിയ ഷോർട്ടാണ്, കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ഒരു വയൽ വരുമ്പത്തിലൂടെ ഞാനും അയാളും കൂടെ നടന്നു വരുന്ന ഒരു സംഭവം.
കൂടുതൽ ഡയലോഗ്സ് പുള്ളിക്കാണ്, എനിക്ക് കുറച്ച് കുറച്ചേ ഉള്ളൂ. ഇത് രാവിലെ തൊട്ട് എടുത്തിട്ട് ഓക്കെ ആവുന്നേ ഇല്ല. എത്ര ടേക്കാ പോകുന്ന പറയുന്നത്, അത് ഫിലിമാണല്ലോ. അതെ 12, 13, 14, 15 ടേക്ക് പോയിട്ട് അത് രാവിലെ തൊട്ട് ഉച്ച വരെ ആ ഒരു ഷോട്ട് ഓക്കെ ആവുന്നില്ല. നമുക്കെന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം എന്ന് സാറ് പറയുന്നു. കാമായിട്ട്. അപ്പൊ അദ്ദേഹത്തിനും വലിയ പ്രശ്നമൊന്നുമില്ല, കൂടെ അഭിനയിക്കുന്നവർക്കും അത്ര വലിയ ബോധമല്ല പുള്ളിയും. എനിക്ക് ഇത്രയും എന്താ പറയാ ഇത്രയും ടേക്കായി ബുദ്ധിമുട്ടായല്ലോ. അങ്ങനത്തെ ഭക്ഷണം കഴിക്കും, പുള്ളി ഹാപ്പി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സത്യം പറയുകയാണെങ്കിൽ അന്ന് ആ ഷോട്ട് എടുത്തില്ല എന്നുള്ളതായിരുന്നു. ഒരു വൈകുന്നേരം 3:30, 4 മണിയപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് നാളെ ഫ്രഷ് ആയിട്ട് ചെയ്യാം തുടങ്ങും. പക്ഷെ അങ്ങനെ കൂടി അങ്ങനെ ക്യാപ്റ്റൻ പറയുമ്പോ തന്നെ നമുക്കൊരു സമാധാനമാണ് അല്ലേ? അതെ അതെ അതെ. അത് അടൂർ സാറിന്റെ ഒരു ക്ഷമ ഭയങ്കര. പക്ഷെ ചില സമയം സാർ ചൂടാവും ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറെ ചില ഏരിയകളിലൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയും ഒന്നുമില്ല. പുള്ളി തമാശയൊക്കെ ഒന്ന് ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് ഇരിക്കുക. പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വേറെ അഭിനയിക്കുന്ന സമയത്തൊന്നും ഒരു ഡിലേ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അതൊക്കെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഷോട്ട് ഓക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒന്നാമത് അത് ചെറുപ്പത്തിലെ ഈ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ നമുക്ക്. കാരണം അന്നോട്ടേ നാടകങ്ങൾ ചെയ്ത് അത് എത്ര വയസ്സില, 10 വയസ്സിലാണോ അമ്മൂമ്മയായിട്ടൊക്കെ ചെയ്തിട്ടില്ലേ? അമ്മൂമ്മയായിട്ട് അത്, അതായത് നമ്മുടെ പിന്നെ വിജയരാഘവൻ സാറിന്റെ അച്ഛന്റെ നാടകം അനിൽ പിള്ളയുടെ കുടുംബയോഗം എന്ന് പറയുന്നത്. കുടുംബയോഗം. അതില് അഭിനയിക്കുമ്പോ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. അതിൽ അഭിനയിക്കുമ്പോ അതില് എന്താ പറയാ 70 വയസ്സുള്ള ഒരു അമ്മൂമ്മയായിട്ടാണ് അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അതെന്റെ പഠിപ്പിക്കുന്ന മാഷ് അപ്പൂപ്പനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു നാടകമായിരുന്നു കുടുംബയോഗം എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര രസം എന്താ വെച്ച് കഴിഞ്ഞാൽ കുടുംബയോഗം എന്ന നാടകത്തിന്റെ പേര്, അതായത് കുടുംബയോഗം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കുറെ പേരുള്ള കൂടിച്ചേരുന്നത്. പക്ഷെ ആ നാടകത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ, ബാക്കി എല്ലാം നമ്മൾ സങ്കല്പിക്കണം എന്നുള്ള. അത് തന്നെ ഒരു വലിയൊരു കാര്യമല്ലേ. അവിടെ ആള് വരും, ഇരിക്കൂ, എന്തൊക്കെയുണ്ട് വിശേഷം, ആളില്ല, സ്റ്റേജിൽ ആളില്ല, പക്ഷെ നമ്മളെല്ലാം സങ്കല്പിച്ച് ഇങ്ങനെ അഭിനയിക്കണം. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുമ്പോ അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷെ അത് വ്യത്യാസം. നാടകം സിനിമയ്ക്ക് സിനിമേതായ രീതിയിൽ പേടിക്കാനും ഉണ്ട്, സത്യം പറയാലോ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും വർഷത്തെ കരിയർ ഉണ്ടല്ലോ, ഒരു 10-38 വർഷത്തിൽ കൂടുതലായില്ലേ, 40 വർഷത്തിനടുത്ത് ആവാറായില്ലേ? അത്രയും നാളത്തെ കരിയറിൽ ഇപ്പോഴും ആലോചിക്കുമ്പോ അത് എങ്ങനെ ഞാൻ ചെയ്തു തീർത്തു എന്ന് ആലോചിച്ചാൽ എനിക്ക് ഇപ്പോഴും പേടിയാന്നുള്ള നേരത്തെ എന്നോട് പിന്നെ ഇവള് ചോദ്യം ചോദിച്ചിരുന്നു എന്നോട്. പിന്നെ അതായത് പല സമയങ്ങളിലും അഭിനയം മാറി വരുന്നുണ്ടല്ലോ ഓരോ കാലഘട്ടത്തിൽ. ഇപ്പൊ നിങ്ങൾ വന്ന സമയത്ത് വേറെ അഭിനയം, തുടർന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം വേറൊന്ന്. ഇതെങ്ങനെ നിങ്ങൾ കാലത്തിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അപ്ഡേറ്റ് ആവുന്നുള്ള. നമ്മൾ ഇതുകൊണ്ട് ഇഷ്ടം കൊണ്ടാണ്, സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും അഭിനയത്തിലുള്ള താല്പര്യം കൊണ്ടും നമ്മൾ അറിയാതെ അപ്ഡേറ്റ് ആയി പോവാണ്. ആ സിനിമകൾ കണ്ടുള്ള അപ്ഡേറ്റ് ആയിട്ട് സിനിമകൾ കാണുന്ന ജീവിത രീതി മാറ്റം വരുന്ന അനുസരിച്ചിട്ട് സിനിമയിലുള്ള രീതികളും മാറ്റം വരുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ളൊരു മാറ്റങ്ങൾ എന്തായാലും അഭിനയം തന്നെയല്ലേ. ഇപ്പൊ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന അഭിനയം തന്നെ, ഓവർ ആക്ടിങ് ആണെങ്കിൽ അഭിനയം എന്താണേലും ആക്ടിങ് ആണ്. അല്ലാതെ അത്ര റിയൽ ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം പോലെ ഒരു ക്യാരക്ടർ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. ബാക്കി വേറെ ക്യാരക്ടറിലേക്ക് നമ്മൾ പരകായ പ്രവേശനം ചെയ്യുമ്പോൾ അതൊരു അഭിനയം തന്നെയാണ് തീർച്ചയായിട്ടും. അല്ല ഇപ്പൊ ഞാൻ ചോദിച്ചത് ഇത്രയും വർഷത്തെ, അതായത് അറൌണ്ട് 40 ഇയേഴ്സിലെ അഭിനയത്തില് ഇപ്പൊ നോക്കുമ്പോ നമ്മള് ഞാൻ എങ്ങനെ അത് ചെയ്തു തീർത്തേന്ന് എനിക്ക് ഇന്നും അറിയില്ല എന്ന് പറഞ്ഞ കഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും സാധനങ്ങളുണ്ടോ? അത് പെട്ടെന്ന് കഷ്ടപ്പെട്ട് ചെയ്തെന്നുള്ള അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല. അതെങ്ങനെ ചെയ്തു എന്നുള്ളോ? അതെനിക്ക് ഇപ്പോഴും അത് ചെയ്ത് എന്റെ ത്രില്ല് മാറിയിട്ടില്ല. ഇനി ചെയ്യണമെന്ന് എനിക്കറിയാം. സ്ട്രെയിനെ കുറിച്ചാണ്. സ്ട്രെയിൻ ഒന്നൊരു വിഷയമില്ല അഭിനയിക്കുമ്പോൾ. ഒരു പിന്നെ പ്രായത്തിനനുസരിച്ച് ചില മുട്ടുവേനൊക്കെ ഉണ്ടാവും. അതൊക്കെ പോലെ ഓടി നടക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ കൂട്ടത്തിൽ ആക്ച്വലി 2 സിനിമകള് സുധീഷേട്ടന്റെ റിലീസ് ചെയ്തില്ലേ തിയേറ്ററിൽ? അത് മണിച്ചിത്രത്താഴും റിലീസ് ചെയ്തു, വെള്ളിയേട്ടനും റിലീസ് ചെയ്തു. ഇത് നമ്മൾ കുറെ വർഷം മുമ്പ് അന്നത്തെ ഫെസിലിറ്റീസിൽ തിയേറ്ററിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ പോലും, അതായത് ഞാനൊന്നും മണിച്ചിത്രത്താഴ് തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഈ പ്രാവശ്യം റിലീസ് ചെയ്തപ്പോഴാണ് പോയി കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ല, നമ്മൾ ഇത്രയും പ്രാവശ്യം കണ്ട സിനിമ സ്റ്റിൽ അത് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ്, ഒരു രസമൊക്കെ ഉണ്ടല്ലോ. ആസ് ആക്ടേഴ്സ് നിങ്ങൾക്ക് പോയത് റിലീസ് ചെയ്യുമ്പോൾ കാണുമ്പോ എങ്ങനെയുണ്ടായിരുന്നു? അതായത് ഇത് ഒന്നാമത് ഈ കാണുന്ന ആൾക്കാരൊക്കെ സിനിമ എത്രയോ പ്രാവശ്യം കണ്ട ആൾക്കാരാണ്. അതെ, ഈ സിനിമ ബൈഹാർട്ടാണ്. ഇന്ന സ്ഥലത്ത് ചിരിക്കണമെന്നും ഇന്ന സ്ഥലത്ത് കൈയടിക്കണമെന്നും ആസ്വദിക്കണം ഒക്കെ പ്രിപ്പയർഡാണ്, അറിയാം. അതിനുവേണ്ടി വന്നതാ, എൻജോയ് ചെയ്യാൻ വേണ്ടി വരും. അതായത് പുതിയ സംഭവം കാണാനല്ല, നമ്മൾ അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യാന്ന് പറയുന്ന രീതിയിൽ വരുന്ന ആളുകളാണ്. പിന്നെ മണിച്ചിത്രത്താഴ് പ്രത്യേകിച്ചും അതിന്റെ സോങ് സീക്വൻസസും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്കും അതിലുണ്ട്. ആ പാട്ടുകൾ, പഴന്തമിഴ് പാട്ട്, പിന്നെ ഒരു മുறை വന്ന് പാറ, ഇതൊക്കെ അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളും ചിലങ്കയുടെ ശബ്ദവും അതൊക്കെ ഇന്നത്തെ തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് ഞാനും പോയത് കാണാനായിട്ട്.
ഇത് ഇപ്പൊ മണിച്ചിത്രത്താഴിന്റെ കാര്യം പറയുമ്പോഴേ ഇത് പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തു പോയല്ലോ. ഈ എല്ലാത്തിലും ഈ കിണ്ടി ഉണ്ടോ? എല്ലാത്തിലും കിണ്ടി അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പോട്ടെ, കഴിവില്ലെങ്കിൽ കാരണം എന്താ അറിയോ, തമിഴിലില്ല, തമിഴില് ആ character ഇല്ല. ആ ക്യാരക്ടർ ഇല്ല. എനിക്ക് തെലുങ്കിലും ഇല്ല. ആ. ഇത് ഹിന്ദി നേരെ ഇതേപോലെ റീമേക്ക് ചെയ്താണ് ഹിന്ദി. പ്രേം സാർ അതിലുണ്ടായിരുന്നു. അപ്പൊ അതിൽ കിണ്ടീന് എന്താ പറയുന്നത്? ഹിന്ദിക്ക് പകരം അല്ല, വേറെ യഥാർത്ഥം എന്ന് വെച്ചാല് ഹിന്ദി ഹിന്ദി പറയാ, ഈ സംസ്ഥാനം- ഹിന്ദി അറിയാലോ. ഈ സംസ്ഥാനങ്ങളിലൊന്നും കിണ്ടി ഇല്ല. ഇല്ല, ആ അങ്ങനെ അപ്പൊ ഒരു അതുകൊണ്ട് സാധനം കിണ്ടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല അതിനകത്ത്. അപ്പൊ പക്ഷെ സുധീഷേട്ടന്റെ ക്യാരക്ടർ ഉണ്ട്, മറ്റേ ക്യാരക്ടറിന്റെ പേര് അച്ചോ ചന്തു. ചന്തു. ചന്തു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹിന്ദിയിൽ അല്ല, ഉണ്ടായിരുന്നു. അപ്പൊ ഹിന്ദിയിൽ അപ്പൊ ഈ കിണ്ടി വരെ എന്താണ് വന്ന് വീഴുന്നവന്റെ വേറെ എന്തോ സാധനമാണ് ഹിന്ദിയിലെ. അവിടെ കിണ്ടി ഇല്ല സർ. കിണ്ടി ഇവിടെ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണുള്ളൂ, വേറെ ഒരു സ്ഥലത്തും. അതാണ് അങ്ങനെ വന്നത് അല്ലേ. കേരളം കുറച്ച് അല്ല, കാലം നമ്മൾ ആണെങ്കിൽ- ആദ്യം ഉദ്ദേശിച്ച ഞാൻ കാരണം ഉദ്ദേശിച്ചത് എന്റെ ക്യാരക്ടർ ചെയ്യാൻ ആളില്ലേ എന്ന് ഞാൻ സംശയിച്ചു. അതുമില്ല, അതില്ല, അത് വേറെ പ്രശ്നം. അത് അവര് നോക്കി അതുണ്ടാവില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ കുറെ ഹൊറർ സിനിമകളൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ പറയുമല്ലോ അത് ചെയ്തിരുന്ന സമയത്ത് മൊത്തത്തിൽ അതിന്റെ ആംബിയൻസിലൊക്കെ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. മണിച്ചിത്രത്താഴിൽ ഇപ്പൊ ഇതിന്റെ പാട്ടുകളാണെങ്കിലും അത് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളാണല്ലോ, അതിന്റെ ഒരു ആംബിയൻസും ഇതൊക്കെ. അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അവിടെ എന്ന് പറയണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയൊരു അങ്ങനെ ഫീലിംഗ് ഉണ്ടായിരുന്നു. നൈറ്റിൽ ഷൂട്ട് ചെയ്യാണല്ലോ, ഒരു പറയും എന്ത് പറയും. പറയും ആ സമയത്തുള്ള ഒരു ഫീലിംഗ്, മന്ത്രവാദവും തിലകൻ ചേട്ടനും മറ്റേ മറിച്ച് ആ സമയത്തൊരു അറ്റ്മോസ്ഫിയർ ചെറിയൊരു, പിന്നെ ഷൂട്ടിങ് ഇടയ്ക്കിടെ കട്ടായി പോവല്ലോ, അപ്പൊ നമ്മൾ വീണ്ടും പോയി. പക്ഷെ ആ സമയത്ത് ലൈറ്റ് നൈറ്റ് ഒക്കെ ഫുൾ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അന്തരീക്ഷ ഓർമ്മ 1 മാസം കൊണ്ടാണ് ഈ പടത്തിന് ഷൂട്ടിംഗ് തീർത്തത്. മണിച്ചിത്രത്താഴിന്റെ 2 യൂണിറ്റ് ഉണ്ടായിരുന്നു, 2 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അത് എഫക്റ്റീവ്ലി 2 മാസം ഷൂട്ട് ചെയ്ത ഒരു ഇതുണ്ടാവും 2 യൂണിറ്റ് വരുമ്പോൾ. ഒരേ ടൈം നടക്കും 2 യൂണിറ്റ് നടക്കും. അപ്പോ എന്നാലും ഭയങ്കര ഫാസ്റ്റ് ആണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു. സത്യം. അന്നത്തെ കാലത്ത് വേറെ മോണിറ്ററോ കാര്യങ്ങളൊന്നും. ലാലേട്ടൻ ചോദിക്കും, എന്താണ് അതിന്റെ സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. ഇത് കിണ്ടിയാ അല്ലേ? ഹിന്ദി കിണ്ടിയാ കള്ളത്തരം കണ്ടിട്ടോ ശരിക്കും. നമ്മൾ ഈ ജഗദീശന്റെ ഒക്കെ ചില ക്യാരക്ടേഴ്സിനെ പറയും, എന്തോടാ നിനക്കൊരു കള്ള ലക്ഷണം എന്നാ. അതില് ചന്തു കറക്റ്റ് അങ്ങനെയാ, ഫുൾ ഓൺ. ആരായാലും ചോദിച്ചു. അല്ല, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആ സിനിമയിൽ ആദ്യം അഭിനയിക്കാൻ പോയപ്പോ ഇത്രയും നല്ല ക്യാരക്ടർ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കുന്നത്. ലാലേട്ടൻ, സുരേഷ് ചേട്ടൻ, ഇന്നസെന്റ് ചേട്ടൻ, വേണുചേട്ടൻ, തിലകൻ ചേട്ടൻ, ലോകത്തുള്ള എല്ലാവരും ഉണ്ട്. അന്ന് സുരേഷ് ചേട്ടൻ സൂപ്പർ സ്റ്റാർ ആയ സമയമാണ്. ഏകലവ്യനും കമ്മീഷണർ കഴിഞ്ഞ് 2 സൂപ്പർ സ്റ്റാറുകൾ. അപ്പൊ തന്നെ പിന്നെ വേറെ ആരൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവോ? ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കഥയൊന്നും കേട്ടിട്ടില്ല. ഫാസിൽ സാറൊക്കെ വിളിക്കുമ്പോ എന്ത് കഥ കേൾക്കാനാ? ഞാൻ എത്തി സർ. ഇതൊക്കെ നമ്മൾ വിളിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും വിളിക്കുവോ, നമ്മളൊക്കെ അറിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോള് വരുന്നത്, സാറിന്റെ പടത്തിൽ അഭിനയിക്കാനായി. ഞെട്ടിപ്പോയി ഞാൻ. അങ്ങനെ പോയത്. എന്നോട് അതിന് മുമ്പ് ആരോ പറഞ്ഞിരുന്നു ഇങ്ങനെ, ഫാസിൽ സാറൊക്കെ ഒന്ന് വിളിക്കണം, ഒന്ന് വിളിക്കാം. പൊതുവെ വിളിക്കാൻ ഭയങ്കര മോശമാണ്, അങ്ങോട്ട് വിളിക്കാൻ. അപ്പോൾ വിളിക്കണം. അന്നത്തെ കാലത്ത് മൊബൈലും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, പിന്നെ അങ്ങനെ വിളിക്കാറുമില്ല. അങ്ങനെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് സാർ എന്നെ വിളിക്കുന്നു, എന്താ സംഭവം? അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒന്നും ഉണ്ടാവില്ല, വെറുതെ എന്തെങ്കിലും ചെറിയ പരിപാടിക്ക് വിളിച്ചായിരിക്കും എന്ന് വിചാരിച്ചു. മാത്രമല്ല, അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ എടുത്തിരുന്ന ഗ്രൂപ്പിൽ, കുടുംബത്തിന്റെ ഗ്രൂപ്പിൽ ഒന്ന് എത്തി നോക്കുന്നു, റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ, ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പൊ പിന്നെ മനസ്സിൽ വിചാരിച്ചത് കറക്റ്റ്. അപ്പൊ ഞാൻ അസോസിയേറ്റ് പതുക്കെ പോയി ചോദിച്ച്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, എന്താണ് ഒന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യ്, ലാലേട്ടൻ വരട്ടെ. ലാലേട്ടൻ ജോയിൻ ചെയ്തില്ലായിരുന്നു, ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത പടത്തില്. ലാലേട്ടൻ വന്നതോടുകൂടി ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവിടെ നമ്മൾ എടുത്തു തുടങ്ങി. കുഴപ്പമില്ല, അടിപൊളിയാണല്ലോ. എന്നാലും ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ, ഇത്ര റിസൾട്ട്. ഈ സംഭവം വന്നോണ്ടാണ് അതായത്. പിന്നെ ലാലേട്ടൻ വിളിച്ച രീതി ഭയങ്കര രസമായിട്ട് വിളിച്ചിരുന്നത്. ഞാൻ ഉണ്ടല്ലോ, പിന്നെന്തിനാ സ്മരണാർത്ഥം ഒരു കിണ്ടി. അല്ല, പണ്ട് എന്താ വെച്ചാൽ, പണ്ട് ആ സമയത്തൊക്കെ പടം റിലീസായ സമയങ്ങളിലൊക്കെ തന്നെ നമ്മള് എല്ലാ ഫംഗ്ഷന് പോകുമ്പോൾ മിക്കവാറും അവരൊരു സമ്മാനമായിട്ട് കിണ്ടിയ തരാം. അതൊരു രസമാണ് അവർക്ക്. അങ്ങനെ കുറെ കിണ്ടി വീട്ടിലുണ്ട്. ചന്ദ്രേട്ടൻ കഴിഞ്ഞ് അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെട്ട് സിനിമയിലേക്ക് തുടക്കം കിട്ടി. പക്ഷെ അപ്പോഴാണ് സിദ്ധാർത്ഥിന് ആക്സിഡന്റ് ആവുന്നത്. അപ്പൊ സിദ്ധാർത്ഥിന് ബ്രേക്ക് കിട്ടുന്ന പോലെ ഇറ്റ് ഈസ് യുവർ ബ്രേക്ക് ടു. പക്ഷെ അവിടെ നിന്ന് ഒരു സമയത്ത് സോബിനെ വിളിക്കുന്നു, സോബിക്ക് വിളിച്ചിട്ട് ആവാ എന്ന് പറയുന്നു, അങ്ങനെ പറവിലേക്ക് പോകുന്നു. ഇപ്പൊ അങ്ങനെ വിളിക്കലുണ്ടോ? അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഡയറക്ടറിനെ വിളിച്ച് സംസാരിക്കാം, എനിക്കിങ്ങനെ. ഇപ്പൊ ഇല്ല. കാരണം അന്ന് അത് അത്രയും ജീവിത പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടും. കാരണം ഒന്നുമില്ല, ഞാൻ ഇവിടെ സിദ്ധുബായി എന്തായാലും തിരിച്ചു വരും, നമുക്കറിയാം, അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക്
എന്തെങ്കിലും ഈ നമ്മൾ ഒരു പ്രാവശ്യം ഈ സിനിമയിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു പ്രാവശ്യം സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, മാനസികമായിട്ടും നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് പോകണ്ട, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ബേസിക്കലി അത് ആക്റ്റീവായി ഇരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏക വഴി. അപ്പൊ ഞാൻ സൗബിനെ വിളിച്ചത് ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലല്ല. സൗബിനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നതാണ്. ഈ പ്രശ്നത്തിൽ മാത്രമല്ല, എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും എന്ത് വേണമെങ്കിലും ഞാൻ വിളിക്കുന്ന ഒരാളാണ് സൗബയും സിദ്ധുബായും. അവരൊക്കെ എൻ്റെ അത്രയും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെ ഞാൻ സൗബിനെ വിളിച്ച് എനിക്കൊരു അവസരം തരുമോന്ന് ചോദിച്ചു. തൊഴിലവസരം തരുമോന്ന് ചോദിച്ച് സൗബി വന്നോളം പറഞ്ഞു. അപ്പൊ അത് ഒരു 1.5 കൊല്ലം പോയി. അങ്ങനെ പിന്നെ ആ 1.5 കൊല്ലം ഡിപ്രഷൻ ഇല്ല, വർക്ക് ഉണ്ടാവുമ്പോൾ പിന്നെ അങ്ങോട്ട് എല്ലാം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ അങ്ങനെ അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് വന്നാൽ ഞാൻ ആരെങ്കിലും കാൽ പിടിക്കുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഒന്നും വരും. ഈ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടല്ലോ, അതിപ്പോ 1 വർഷം കഴിഞ്ഞു. 1 വർഷം ഓഫ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കി വെച്ചൊരു പീക്ക് ഉണ്ടല്ലോ. അതായത് നമുക്ക് ഇവിടെ മാത്രമല്ല, നമ്മളിപ്പോ തമിഴ് നിങ്ങൾ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോ വേൾഡ് വൈഡ് എന്ന് പറയണല്ലോ, കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും കമന്റോ റിവ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആരുടെങ്കിലും കയ്യിൽ നിന്നോ? അതായത് ഇപ്പൊ നമ്മള് മലയാളികളല്ല ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ മഞ്ഞുമൽ ബോയ്സിന്റെ എക്സെപ്ഷണൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ടറാണ്. സോ ഓൾ ഓഫ് us ആക്ടർ ഇൻക്ലൂഡിങ് മീ, എനിക്ക് തോന്നാനുള്ള മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ ആവാനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും നന്നായിട്ട് ചെയ്തു എന്ന് പറയാനുള്ള കാരണം അതിന്റെ ഡയറക്ടർ ആണ്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ അവനെ കൊടുക്കുള്ളൂ. മറ്റേ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക എക്സ്പീരിയൻസ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ ചെന്നാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ബാക്കി അവൻ അത് ഡയറക്റ്റ് ചെയ്തോളൂ, കൊണ്ടുപോകായിരുന്നു. അപ്പൊ അതിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് നിൽക്കുമ്പോൾ ഒരു ഫ്രെയിം വെക്കുമ്പോൾ ഒരു 10 പേര് അതിനകത്ത് വെക്കണം. അതിനൊരു ഡയറക്ടറും ക്യാമറമാനും പെടുന്ന പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ധീരല് ദേവദത്തെ നമുക്ക് മനസ്സിലാക്കാം. നമ്മള് 6-7 പേര് ഒരു ഫ്രെയിമിൽ നിന്ന് എല്ലാവർക്കും കറക്റ്റ് ഒരു ഫോക്കൽ പോയിന്റ് കൊടുത്ത് ഒരു സ്റ്റേജ് ചെയ്യാൻ, ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു ഡയറക്ടറും ക്യാമറമാനും കഷ്ടപ്പെടുന്നത് ഞാൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ധീരനിലാണ് കണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ക്ലോസ് എടുക്കല്, പരിപാടി സജഷൻ എടുക്കല്, അതൊന്നും ഇല്ലാതെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്ന ഒരു പരിപാടി. മഞ്ഞുമൽ ബോയ്സ് ശരിക്കും അതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിന്റെ എനർജിയാണ്. പിന്നെ കോയിൻസിഡന്റലി നമ്മൾ പറയും ഒരു ക്രിക്കറ്റ് ടീമിൽ 11 പേരാ, അതേപോലെയാണ് മഞ്ഞുമൽ ബോയ്സിൽ 11 പേര്. സോ ഇറ്റ്സ് എ ഗെയിം ഫോർ us. എല്ലാവർക്കും അവരവരുടെ ഇതുണ്ട്. അപ്പോൾ ഒരാൾ ബോൾ ചെയ്യണം, ഒരാൾ വിക്കറ്റ് കീപ്പ് ചെയ്യണം, ഒരാൾ ബാറ്റ് 6 അടിക്കേണ്ടി വരും. അങ്ങനെ പലർക്കും പല ടാസ്ക് ആയിരുന്നു കൊടുത്തത്. വിനീതേട്ടൻ ഈ പറഞ്ഞ പോലെ ഈ പുള്ളിക്ക് അതായത് 10 വർഷം മുന്നേ നമ്മൾ കണ്ടതും 20 വർഷം മുന്നേ കണ്ടതും ഒക്കെ ഏതാണ്ട് സെയിം ആണ് അല്ലേ? ഇവരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സംശയം വരുന്നില്ല? എനിക്ക് ഇവരുടെ നിങ്ങൾ എന്താ കഴിക്കുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ അനുപമ ചോപ്ര ഇതിലെത്തി വാട്ട് യു ഗൈസ് സ്മോക്കിംഗ് എന്നൊക്കെ ചോദിച്ച പോലെ എന്താ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത്, എന്താ സുധീഷേട്ടാ നിങ്ങൾ ചെയ്യുന്നത്? ഞാനൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. അല്ല, ഈ സുധീഷേട്ടന്റെ കേസ് പറയുമ്പോഴും സുധീഷേട്ടനെ ഒരു പ്രായമായ മനുഷ്യനായി മലയാളികൾ കൺസിഡർ ചെയ്തിട്ട് വളരെ കുറച്ച് കാലമായിട്ട് അല്ലേ? ഏത് പ്രായം വരെ നിങ്ങളൊരു 18കാരനായിരുന്നു മലയാളികൾക്ക്? ഞാൻ പറഞ്ഞില്ല, പുതിയ മുഖം എന്നുള്ള സിനിമയിലാണ് അവസാനമായിട്ട് കോളേജ് പയ്യനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു? 10-40 വയസ്സുണ്ടെന്ന് തോന്നുന്നു. 40 ഒന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ. എന്തായാലും 30 കഴിഞ്ഞു, 30 കഴിഞ്ഞ സമയത്താണ്. അപ്പൊ അതില് ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്, എന്തോ ആ പടത്തില് എന്തോ കാരണം കൊണ്ടാണ്. പക്ഷെ സിനിമ കണ്ട പലരും പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ അത് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അത് ഇമേജ് ആണ്. ഞാൻ പറഞ്ഞില്ല, ആ കോളേജ് പയ്യനായിട്ട് കുറെ പടങ്ങൾ അഭിനയിച്ചുകൊണ്ട് എന്നെ അതിൽ അംഗീകരിച്ചു, മുദ്ര കുത്തി തന്നു ഓഡിയൻസ്. ആ കാറ്റഗറിയിൽ സുധീഷേട്ടനെ വെല്ലാൻ വേറെ ആരും വന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് കാരണം ഏത് പുതിയ പുതിയ നായകന്മാർ മാറി മാറി വരുമ്പോഴും കോളേജിൽ ഫ്രണ്ടായിട്ട് ഞാനാണല്ലോ. അപ്പൊ ഇയാൾക്ക് മാത്രം പ്രായമാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം, അങ്ങനത്തെ സംഭവമാണ്. ഇമേജാണ് മെയിൻ ആയിട്ട് ഉള്ളത്. അതാണ് ആ ഇമേജ് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ താങ്കൾ ഒരു എനിക്ക് സംരക്ഷിച്ച് പലരും ഇങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് സത്യം പറയാൻ അതൊന്ന് മാറ്റി പിടിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇതോടുകൂടി മാറും സുധീഷേട്ടാ, ധീരനോടുകൂടി അല്ല ഇമേജ് അല്ല, ടോട്ടലി സുധീഷേട്ടന്റെ ഒരു ഇമേജ് ബ്രേക്കിംഗ് തന്നെയായിരിക്കും. പടം ഓടണം, അതാണ് നമ്മളെല്ലാവരും ആഗ്രഹം. എന്നാലേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. ഇതേ കാര്യം ഈ ദേവദത്ത് വിനീതേട്ടന്റെ ക്യാരക്ടറിന്റെ കാര്യത്തിലും പറയുന്നത്. അതായത് വിനീതേട്ടന്റെ കരിയറിൽ ഒരു ഭയങ്കര ഷിഫ്റ്റ് കൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞ ക്യാരക്ടർ? വിനീത് നമുക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സൈക്കോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നൊക്കെ മാറിയിട്ട് വേറെ റൈറ്റാണത്. ഇതിന്റെ എല്ലാം കൂടെ ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വിനീതിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട് മലയാള സിനിമയിൽ. സംശയമുണ്ട് എനിക്ക്. ഇയാളുടെ ഇമേജും ഫേസും ഒക്കെ വെച്ചിട്ട് ആ ഒരു ഇമേജിൽ ഇങ്ങനത്തെ ഒരു കഥ, ഒന്നുകിൽ എന്താ പറയാ സ്ട്രോങ് വില്ലൻ, അങ്ങനത്തെ ആളുകൾ ഇഷ്ടം പോലെ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണിത്. എന്താണെന്ന് പറയണമെങ്കിൽ സിനിമ കണ്ടാൽ വിനീതേട്ടന്റെ ഒരു
എനിക്ക് തോന്നിയിട്ടുള്ള സാധനം പ്രിസൈസ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഇദ്ദേഹം ഉണ്ടല്ലോ, ഞാൻ ആ പാശുവും അത്ഭുതങ്ങളൊക്കെ ഇതിലൊക്കെ വരാം. അപ്പോൾ ഇദ്ദേഹം പിറകിലെ സീറ്റ് ഇരിക്കുകയാണല്ലോ, ഞാൻ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ ഡയലോഗ് ഉള്ളത് പുള്ളി ഫോണിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഫഹദിനെ വിളിക്കണ സംഭവം, അതായത് ഹലോ ഞാനൊരു ഫോൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ സീൻ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഫുൾ ടൈം പിറകെ ഇരുന്നിട്ട് ഈ ഡയലോഗ് റിഹേഴ്സ് ചെയ്യാം. വിനീതേട്ടൻ ഈ ഡയലോഗ് പല മോഡുലേഷനിൽ റിഹേഴ്സ് ചെയ്ത് ഞാൻ ആലോചിച്ചത്. അപ്പൊ എന്റെ പണ്ടത്തിലാണോ ഞാൻ ആലോചിക്കുന്നു, ഇത്രയും കാലമായിട്ട് ഇത് നമുക്ക് നോക്കിയാൽ കിട്ടുമല്ലോ, ഇദ്ദേഹത്തിന് പഠിക്കാൻ ഇത്രയും പക്ഷെ ആ സിനിമ കാണുമ്പോഴാണ് മനസ്സിലായത് ഹൗ ഹി റിഹേഴ്സ് ദാറ്റ് മോഡുലേഷൻ മേഡ് എൻ ഇമ്പാക്ട് ടു ദാറ്റ് ക്യാരക്ടർ. അതിനകത്ത് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാള് പെട്ടെന്ന് ഒരു ദിവസം ഷൗട്ട് ചെയ്യുമ്പോഴാണല്ലോ ആ കോൺട്രാസ്റ്റ് കിട്ടണത്. ഇദ്ദേഹം ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട്, ഞാൻ മറ്റു ആക്ടേഴ്സിൽ സുധീഷേട്ടൻ പറയണം, എല്ലാവരും എഫേർട്ട് എടുക്കുന്നില്ല എന്നല്ല, പക്ഷെ വിനീതേട്ടൻ ആ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ തൊട്ട് ആ സ്ക്രിപ്റ്റ് വായിച്ച ഡയലോഗ്സ് വീണ്ടും വീണ്ടും റിഹേഴ്സ് ചെയ്ത് ഒരു ഫൈനൽ റിഫൈൻഡ് സാധനമാണ് അദ്ദേഹം ആക്ഷനിൽ കൊടുക്കുന്നത്. അദ്ദേഹം ഭയങ്കര പെക്യുലർ ആണ്. അദ്ദേഹം അക്കാര്യത്തിൽ ഭയങ്കര എഫേർട്ട് ഇടുന്ന ഒരു ആക്ടറാണ്. ഞാൻ വളരെ അപൂർവം. എനിക്ക് നമ്മളുടെ എല്ലാ ഡയലോഗുകളും വിനീതിന് ബൈഹാർട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഫസ്റ്റ് സ്ക്രിപ്റ്റ് റീഡിംഗിന് വന്നപ്പോ എനിക്ക് മനസ്സിലായി പല കാര്യങ്ങളും. വിനീത് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചത്. സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നിരുന്ന ഒരു മനുഷ്യനാണെന്ന് പറയുന്നത്. പിന്നെ വിനീതിന്റെ വക ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. പുള്ളി ചില സെഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അതും നല്ല രസമായിരുന്നു പുള്ളിയുടെ ക്യാരക്ടറിന്റെ ഒരു. ഇപ്പൊ ഇതുപോലെ ഇപ്പൊ അബ്രഹാം പറഞ്ഞ പോലെ, അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആക്ടർ ശരിക്കും പുള്ളിക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പക്ഷെ ദി ഹാർഡ് വർക്ക് ഹീസ് പുട്ടിങ് ഇൻ ടു ഇറ്റ് എന്നുള്ളൊരു ഫീല് വരുന്ന സുധീഷന്റെ ഇത്രയും കരിയറിൽ സുധീഷേട്ടൻ പെട്ടെന്ന് അങ്ങനെ ഓർക്കുന്ന ഒരാളാരാണ് കൂടെ അഭിനയിച്ചതിൽ. അതായത് എന്തൊരു എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളിത് കാണുമ്പോൾ നമ്മളിത് അറിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. മമ്മൂക്ക പക്ഷേ ഡിഫറെന്റ് ആയിട്ട് കഥാപാത്രത്തെ സമീപിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴേ പുള്ളി മാറി തന്നെ നിന്നിട്ട് എന്താ പറയാ, ഫുൾ ക്യാരക്ടറായിട്ട് പുതിയ ക്യാരക്ടറായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ. ഇപ്പൊ അനന്തരത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല മുദ്രയിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത്, അതല്ല വലിയേട്ടിൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. ഇപ്പൊ അബ്രഹാം പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അതായത് ഇപ്പൊ കുറച്ച് നാള് സിനിമ ഇല്ലെങ്കിൽ നമുക്ക് പൈസയുടെ പ്രശ്നമല്ല, പക്ഷെ ചെയ്യുന്ന വർക്ക് ഇല്ല, ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു സങ്കടം എന്ന്, അങ്ങനെ ഒരു ഫേസിൽ കൂടെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ സുധീഷേട്ടാ? എനിക്ക് ഇഷ്ടംപോലെ സമയങ്ങളിൽ പോയിട്ടുണ്ടല്ലോ. അതിടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ. ഹൗ ഡിഡ് യു ഹാൻഡിൽ? ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ധീരല്ല അഭിനയിച്ച് പിന്നെ ഒരു 1-2 മാസം സിനിമ ഇല്ലെങ്കിൽ തന്നെ അത് തോന്നി തുടങ്ങും. അപ്പൊ എന്താ ചെയ്യാ? ഈ പിരിവിരിപ്പുണ്ടല്ലോ, അപ്പൊ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, എന്ത് ചെയ്യാൻ പറ്റും? കാത്തിരിക്കുക. സുധീഷേട്ടൻ തന്നെ ആരെയും വിളിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ശരിക്കും വേണം അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം പെട്ടെന്ന് തീവണ്ടിയിൽ എന്നെ വിളിച്ചപ്പോ ഞാൻ തന്നെ ചെറുതായിട്ടും ഞെട്ടി, സത്യം പറയാം. കാരണം അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. സിനിമകളൊക്കെ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ മെയിൻ സ്ട്രീം സിനിമകളൊന്നും ഇല്ല. ഞാൻ അറിയുന്നു ഞാൻ അഭിനയിക്കുന്നുള്ള കാര്യം, പക്ഷെ നാട്ടുകാർ അറിയുന്നില്ല, നാട്ടുകാർ കാണുന്നില്ല സിനിമകളൊന്നും. അങ്ങനത്തെ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പുതിയ ന്യൂജൻ വന്നു, ടൊവിനോ പോലത്തെ ആൾക്കാർ വരുന്നു, പുതിയ പിള്ളേർ വരുന്നു, അഭിനയ രീതി മാറുന്നു, ഭയങ്കര നാച്ചുറൽ റിയലിസ്റ്റിക് ആവുന്നു, മേക്കിംഗ് അങ്ങനെ ആവുന്നു, അഭിനയം അങ്ങനെ ആവുന്നു. എന്തൊരു രസം കാണാനായിട്ട്, അതിലേക്ക് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിളി വരുന്നത് തീവണ്ടി. അപ്പൊ ഞാൻ എന്നെ തന്നെയാണോ അതോ പേര് വല്ലതും മാറിപ്പോയോ എന്നൊക്കെ ആലോചിച്ചാൽ ആദ്യം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറും സംഭവം പറഞ്ഞു തന്നപ്പോൾ ഭയങ്കര ആവേശത്തോടുകൂടിയാണ് അതിന്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എന്നോട് പറഞ്ഞത് ആ കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. ഇങ്ങനെ അത് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോ ഞാൻ വിചാരിച്ചപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇടയ്ക്ക് ഒരു അമ്മാവൻ വൈബ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എന്നോട് താടിയൊക്കെ വെച്ചിട്ട് വരാനാ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു, എന്റെ ഒറിജിനൽ താടി ശരിക്കും കുറച്ച് നരച്ചിട്ടൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല കറുപ്പിച്ച് വീണ്ടും ചെറുപ്പക്കാരനെ അവസരം വെച്ചിട്ടാണ് ലൊക്കേഷനിൽ പോയത്. പഴയ ലൊക്കേഷനിൽ പോയത് ചെറുപ്പക്കാരനെ വേണ്ടി തന്നെ, താടിയൊക്കെ ഉണ്ട്. അവിടുന്ന് തന്നെ ഫുൾ ക്ലീൻ വാഷ് ചെയ്ത് മാറ്റിപ്പിച്ചു, ഫുൾ വൈറ്റ് അടിപ്പിച്ചു. ഒരു അമ്മാവൻ, ഒരു അലസനായ അമ്മാവൻ. അവരെന്ത് പ്രതീക്ഷിച്ചോ അവർക്കത് കിട്ടി ലുക്കിൽ തന്നെ. അങ്ങനെ ഒരുപാട് കാലത്തെ കോളേജ് ജീവിതത്തിന് ശേഷം വാർദ്ധക്യത്തിലേക്ക് അങ്ങനെ കടന്നു അല്ലേ? ചെറുപ്പക്കാരനായ ഒരു കല്യാണം ഒന്നും കഴിച്ചില്ല കഥാപാത്രം, മൈൻഡ് ചെറുപ്പാ. ടൊവിനോ ആ സിനിമയിൽ സീറ്റ് വലി നിർത്തി അവസാനം, പക്ഷെ അമ്മാവൻ അപ്പോഴും നിർത്തിയിട്ടില്ല വലി. ശരിയാ, അമ്മാവൻ പിന്നെയും തീവണ്ടി ആയിക്കൊണ്ട് തന്നെ അല്ലെ, തീവണ്ടി ആയിക്കൊണ്ട് തന്നെ നടക്കുന്നത്. ഇനിയിപ്പോ വാഴ 2 അല്ലേ വരാറുള്ള? ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. എന്നത്തേക്കാ? 2026 അത് അല്ല 25 ഉണ്ടാവും.
ആണോ? കാരണം ഒരു 60% 65% ഷൂട്ടിംഗ് കഴിഞ്ഞു. ആ. ഇനി മഴ കഴിഞ്ഞാൽ ബാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡിസംബർ ഒക്കെ റിലീസ് ആവാൻ സാധ്യതയുണ്ട് മിക്കവാറും. റിലീസ് ആവുമായിരിക്കും. അപ്പൊ പറയാനുള്ളത് പറഞ്ഞോ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ധീരൻ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് എന്ന് മാത്രം പറയാൻ പറ്റും. കാരണം നമുക്ക് അറിയാം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വളരെ ചെറുതും അത് വലുതുമായിട്ടുള്ളതുണ്ട്. പക്ഷെ എന്നാൽ പോലും താരതമ്യേന ഒരു വലിയ ഒരു കഥാപാത്രം തന്നെയാണ് ദേവൻ എനിക്ക് തന്നത്. അതും ഇത്തരത്തിലുള്ള മഹാരഥന്മാരുടെ കൂടെ അഭിനയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്നാൽ പറ്റുന്ന എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു സീൻ എടുക്കുമ്പോൾ ഞാൻ അവരുടെ പെർഫോമൻസ് ചിരിച്ചിട്ടുണ്ടാവും. പിന്നെ സിനിമയായിട്ട് വരുമ്പോഴേക്കും അത് എത്രത്തോളം ആസ്വാദ്യകരമായിരിക്കും പറയേണ്ട കാര്യമില്ല. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും ധീരൻ. എനിക്ക് എന്തായാലും വളരെ പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള സിനിമയാണ്. അപ്പോൾ ജൂലൈ 4 തിയേറ്ററിൽ കാണുക, പ്രോത്സാഹിപ്പിക്കുക. എനിത്തിങ് ടു ആഡ് സുധീഷ് ചേട്ടാ? തീർച്ചയായിട്ടും അഭിരാമും ഒക്കെ പറഞ്ഞ പോലെ എനിക്കും വളരെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട സിനിമയാണ്. നമ്മൾ അഭിനയിക്കുമ്പോഴൊക്കെ തന്നെ വളരെ എൻജോയ് ചെയ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പ്രായഭേദമന്യേ കുട്ടികൾക്കും ഫാമിലിയൊക്കെ ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്ത്, കോമഡി ഉണ്ട്, അത്യാവശ്യം ആക്ഷൻ ഉണ്ട്, പിന്നെ പറഞ്ഞ പോലെ ഒരു ജേണി ഉണ്ട് അതിനകത്ത്. പല സംഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബസമേതം കാണാൻ പറ്റിയ സിനിമയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ്. തീർച്ചയായും കാണുക, ആസ്വദിക്കുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, അത്രേ ഉള്ളൂ. കാണാം, ആസ്വദിക്കാം, പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.